സർക്കാരിന്റെ അനുനയ നീക്കം തുടർച്ചയായി തള്ളിയ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വീണ്ടും കേരള സർവകലാശാല ആസ്ഥാനത്ത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും രജിസ്ട്രാറായി ഡോക്ടർ കെ.എസ്. അനിൽകുമാറിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വി.സി. കെ.എസ്. അനിൽകുമാർ അയച്ച ഫയൽ തള്ളിയ വി.സി. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകിയ ഫയലുകൾ അംഗീകരിച്ചു. സർവകലാശാല പ്രതിസന്ധിയിൽ വീണ്ടും സമവായ ശ്രമവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വി.സി. മോഹൻ കുന്നുമ്മലിനെ ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ നീക്കം വി.സി. തള്ളി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായം സാധ്യമല്ലെന്ന നിലപാടിൽ തുടരുകയാണ് വി.സി. ഇതിനിടെ വി.സി. വീണ്ടും സർവകലാശാലയിലെത്തി. സർവകലാശാല ആസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കെ.എസ്. അനിൽകുമാർ അയച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടിനുള്ള ഫയൽ വി.സി. തിരിച്ചയച്ചു. പിന്നാലെ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകിയ അപേക്ഷ അംഗീകരിച്ച് വി.സി. ഫണ്ട് പാസാക്കി. ഇന്ന് തന്നെ തുക കൈമാറാനും വി.സി. ഫിനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. വി.സിയുടെ നിർദ്ദേശം ലംഘിച്ച് അനിൽകുമാറിന് ഫയലുകൾ നൽകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് മോഹനൻ കുന്നുമ്മൽ. സർവകലാശാല ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പേരുകൾ റിപ്പോർട്ട് ചെയ്യാൻ വി.സി. നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം.